ഹായ് ഹലോ, എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പെർസെൻറ്റേജിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇടുന്ന വീഡിയോസ് മിസ്സായി പോവാതിരിക്കാൻ, കറക്റ്റായിട്ട് കിട്ടാൻ, കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയൊക്കെ അത് ഉപകാരപ്പെടും. എങ്ങനെ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ സ്പേസ് ഇടാതെ സെർച്ച് ചെയ്താൽ ആ ചാനൽ കിട്ടും. അങ്ങനെ അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ചിലപ്പോൾ ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റണം എന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ സെർച്ച് ചെയ്ത് കയറിയാൽ മതി കേട്ടോ. ഇനി ഇത് പെർസെൻറ്റേജിൻ്റെ 7ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുന്നേ ഉള്ള 6 പാർട്ട് വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നെയുള്ളത്, നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാനിങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും PSC പരീക്ഷകൾക്ക് ആവശ്യമായ ഓരോ ടോപ്പിക്കുകളുടെയും PYQs ചെയ്തിട്ടിട്ടുണ്ട്. ഏതൊക്കെ ടോപ്പിക്കാണ് കഴിഞ്ഞത്, കംപ്ലീറ്റ് ആയത് എന്ന് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. പ്ലേലിസ്റ്റ് നോക്കിയാണ് വീഡിയോസ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതിൽ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ, ഈ 2 ക്വസ്റ്റ്യൻസ് ഇന്ന് പരിചയപ്പെടുന്നു. ഇടത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്യാതെ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണ്. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇടത് സൈഡിൽ 4 ചോദ്യമുണ്ട്, വലത് സൈഡിൽ അത് ആൻസർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് സ്വന്തം നിലയ്ക്ക് ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടാതെ വരുന്ന ചോദ്യങ്ങളിൽ എക്സ്പ്ലനേഷൻസ് കേൾക്കുക. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, മാത്സ് എളുപ്പമല്ലാതെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എക്സ്പ്ലനേഷൻസ് ഓരോന്ന് കേട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് ഒപ്പം കൂടിക്കണം കേട്ടോ. ശരി, മുന്നോട്ട് പോവാം. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ് കുഞ്ഞുങ്ങളെ. 2000-ൽ ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിച്ചു. 2001-ൽ 40% വർദ്ധിച്ചു. 2002-ൽ 30% കുറഞ്ഞു. 2003-ന്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 ആണെങ്കിൽ 2000-ന്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എത്ര? 2000-ന്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എക്സ് എന്നങ്ങ് എടുക്കാം. 2000-ന്റെ തുടക്കത്തിൽ എക്സ്, അതെത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി 2000-ന്റെ തുടക്കത്തിൽ എക്സ് ആയിരുന്നു, പക്ഷേ 2000-ൽ 25% വർദ്ധിച്ചു. 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നത് 125/100 ആയിട്ട് മാറി എന്നർത്ഥം അല്ലേ. എക്സ് വിലയുണ്ടായിരുന്നത് 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 125% കാണണം. എക്സ് ഇൻറ്റു 125/100 എന്ന് വരും. ഓക്കെ, ഇനി 2021-ൽ ആ വിലയുടെ 40% വർദ്ധിച്ചു. ഇപ്പം വില എത്രയാ? എക്സ് ഇൻറ്റു 125/100. ഇതിൻ്റെ 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 140/100 ആണ് 2021 ആകുമ്പോഴത്തേക്കും വില. ഓക്കെ, ഇനി 2022-ൽ ഇത് 30% കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള വില ഇതാണ്. ഇതിൻ്റെ 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 70/100 ആണ് 2022-ന്റെ അവസാനം, 2022-ന്റെ അവസാനമാകുമ്പോൾ വില അല്ലേ. ഇനി 2003-ന്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 ആയി മാറി എന്ന് പറഞ്ഞാൽ ഈ വിലയാണ് 980 എന്നർത്ഥം. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരവായി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അതായത് 2000-ന്റെ തുടക്കത്തിൽ എക്സ് ആയിരുന്നു. 2000-ൽ 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 125%, എക്സ് ഇൻറ്റു 125/100. ഇനി അടുത്ത വർഷം ഇത് 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 140/100. ഇനി ആ എമൗണ്ട് അടുത്ത വർഷം 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻറ്റു 70/100. അതാണ് 980 ആയിട്ട് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. ഇനി വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യണം, അതാണ് പ്രശ്നം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ മക്കളെ, ഇത് 5 തവണ. ഓക്കെ, ശരി. ഇനി ഞാൻ നോക്കിക്കേ, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം, ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളയാം. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഈ 4ഉം 14ഉം വെട്ടിക്കളയാം. ഇത് 7 തവണ. യെസ്. ഇത് 2 തവണ. ഓക്കെ, ഈ 5ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. യെസ്, 20 തവണ. ഓക്കെ ആണല്ലോ.
ഇനി നോക്കിക്കേ മക്കളെ, ഈ 7 × 7 49 അല്ലേ? 49ഉം ഈ 98 കൂടെ വെട്ടിക്കളയാം, നേരെ നേരെ വെട്ടിക്കളയാം. 49ഉം 98ഉം വെട്ടുമ്പോൾ 2 തവണ 49 × 2 അല്ലേ 98, ഒരു 0 കൊണ്ട് 20. ഓക്കെ, ഇവിടെ ഒരു 40 ഉണ്ട്, അത് മുകളിലേക്ക് പോകുമ്പോൾ ഗുണിക്കാനാകും. അപ്പോൾ x = 40 × 20 എന്ന് കിട്ടും മക്കളെ. അതായത് നമുക്ക് ഉത്തരം 800 എന്നാണ് കിട്ടുന്നത്. ആൻസർ 800 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ അവിടെ വെട്ടിച്ചെറുതാക്കാൻ കുറച്ച് സമയം പോവും, ശ്രദ്ധിച്ച് വെട്ടിച്ചെറുതാക്കി ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്ത ഫോർമാറ്റിൽ തന്നെ വെട്ടിച്ചെറുതാക്കണമെന്നില്ല. നിങ്ങൾക്കറിയാം, മുകളിലും താഴെയും കിടക്കുന്ന വെട്ടിക്കളയാം, സമത്തിൻ്റെ അപ്പുറയും ഇപ്പുറയും നേരെ നേരെ കിടക്കുന്ന വെട്ടിക്കളയാം. ഗുണിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് സമത്തിൻ്റെ അപ്പുറയും ഇപ്പുറയും കിടക്കുന്ന വെട്ടിക്കളയാം കേട്ടോ. ഞാൻ 7ഉം 7ഉം 49 അല്ലേ, ഈ 7ഉം 7ഉം 49ഉം 98ഉം അങ്ങനെയാണ് വെട്ടിയത്. നേരെ നേരെ ഉള്ളത് വെട്ടിക്കളയാൻ 2 തവണ 20. ഇനി താഴെ കിടക്കുന്ന 40ഉം മുകളിലേക്ക് വരുമ്പോൾ ഗുണിക്കാനാവും. 40 × 20 എന്ന് വരും, 800 എന്ന് കിട്ടും. എക്സിൻ്റെ വില എക്സ് ആയിരുന്നു 2000ൻ്റെ തുടക്കത്തിലെ വിലയായിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? ഓക്കെ, ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അവിടെ 30% വിലക്കിഴിവിലല്ലേ വാങ്ങിയത്. അപ്പം മാർക്കഡ് പ്രൈസ് എത്രയായിരുന്നോ അതിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്. അത് 3500 രൂപയാണ് അല്ലേ? മാർക്കഡ് പ്രൈസ് എത്രയാണോ അതിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്, അത് 3500 ആണ്. അപ്പം മാർക്കഡ് പ്രൈസ് എത്രയാണെന്നറിയാൻ 100% എത്രയാണെന്ന് നോക്കിയാൽ പോരെ മക്കളെ? ഇതല്ലേ ഉത്തരം. അതായത് മാർക്കഡ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് 30% വില കുറച്ച് വാങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെ 70% എമൗണ്ടിനാണ് വാങ്ങിയത്, അത് 3500 രൂപ. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നറിയാൻ 100% എത്രയാണെന്ന് നോക്കണം. ഇത് എത്ര ഇരട്ടിയാ? ഇത് 50 ഇരട്ടിയായിട്ടില്ലേ മക്കളെ? അല്ലേ? ആ, അപ്പോൾ ഇങ്ങോട്ട് 50 ഇരട്ടി എടുത്താൽ പോരെ? അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ചെയ്യാം. ഉത്തരം 5000 എന്നാണ് കിട്ടുന്നത്. 5000. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് കാൽക്കുലേഷൻ ഉള്ള ചോദ്യമാണ്. 31% ഓഫ് 210 അല്ലേ? 31/100 അല്ലേ ഇൻറ്റു 210 എന്ന് വരും. ഓക്കെ, പ്ലസ് 49% ഓഫ് 320, 49/100 ഇൻറ്റു 320 അല്ലേ? മൈനസ് 41% ഓഫ് 120, 41/100 ഇൻറ്റു 120 എന്ന് വരും. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതും 0 വെട്ടിക്കളഞ്ഞു, ഇതും 0 വെട്ടിക്കളഞ്ഞു, ഇതും 0 വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി എല്ലാത്തിലും 1/10 കോമണാണ്. അപ്പം ഞാൻ ഈ 1/10 അങ്ങ് പുറത്തെടുത്തു. ഓക്കെ, ബാക്കി ഇവിടെ എന്തുണ്ടെന്ന് നോക്കിക്കേ. 1/10 പുറത്തെടുത്താൽ ബാക്കി 31 × 21 ഉണ്ട് ഇവിടെ അല്ലേ? ഞാൻ 31 × 21 ചെയ്തപ്പോൾ എനിക്ക് 651 കിട്ടി. 651 പ്ലസ് 1/10 പുറത്തെടുക്കുമ്പം മക്കളെ, 1/10 പുറത്തെടുക്കുമ്പോൾ ബാക്കി ഇവിടെ 49 × 32 ഉണ്ട്. 49 × 32 ചെയ്യുമ്പം എനിക്ക് 1568 കിട്ടും. മൈനസ് ഇവിടുന്ന് 1/10 പുറത്തെടുക്കുമ്പം ഈ 1/10 പുറത്തെടുക്കുമ്പോൾ ബാക്കി 41 × 12 ഉണ്ട്. 41 × 12 ചെയ്യുമ്പോൾ എനിക്ക് 492 കിട്ടും. 492 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയിട്ട് 492 കുറയ്ക്കാം. 651 പ്ലസ് 1568 ചെയ്തിട്ട് ഞാൻ 492 കുറയ്ക്കുമ്പോൾ എനിക്ക് 1727 എന്നാണ് കിട്ടുന്നത്. /10 ഉണ്ട്. ഈ 10 ചെയ്യുമ്പം എനിക്ക് ഉത്തരം 172.7 എന്നാണ് കിട്ടുന്നത്. കുഞ്ഞുങ്ങളെ, ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. സമയം പോകാൻ വേണ്ടിയാണ് ഇത്തരം വലിയ ചോദ്യങ്ങൾ തരുന്നത്. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല, ചെയ്തു നോക്കുക എന്നല്ലാതെ
വേറൊരു മാർഗം അവിടെ ഇല്ല കേട്ടോ. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ മുക്കാൽ ഭാഗത്തിൻ്റെ ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു. ഇതിൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4. മുക്കാൽ ഭാഗത്തിൻ്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. 1/3 അഞ്ചിൽ 4 എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 5/4 40% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 40/100 എന്ന് പറയുന്നത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഒരു സംഖ്യ ഞാൻ എടുത്തത് എന്തെന്നാ എക്സ് എന്ന്, അതിൻ്റെ മുക്കാൽ ഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4, അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/3, അതിൻ്റെ 5/4 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4/5, അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 40/100 എന്ന് പറഞ്ഞാൽ 60 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യ കണ്ടുപിടിക്കണം. വെട്ടിച്ചെറുതാക്കി ചെയ്യാം. ഇതും കൂടെ വെട്ടിപ്പോയി അല്ലേ. 4 4 വെട്ടിപ്പോയി. യെസ് മക്കളെ, ഇതും കൂടെ വെട്ടിക്കളയാം. 8. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ 8ഉം 100ഉം കൂടെ വേണമെങ്കിൽ അങ്ങ് വെട്ടിക്കളയാം. 4 വെച്ച് ഇത് 2 തവണ, 4 വെച്ച് ഇത് 25 തവണ ആണോ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 25 മുകളിലേക്ക് പോകും. 60 അവിടെ ഉണ്ട്. ഇൻറ്റു 25/2 എന്ന് വരും. 2ഉം 60ഉം കൂടെ വെട്ടിക്കളയാം. 30. ആൻസർ 750 എന്നാണ് മക്കളെ കിട്ടുന്ന ആൻസർ. ആൻസർ ഏതാ കിട്ടുന്നേ? ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ചോദ്യം. ഇത് ആക്ച്വലി ശരാശരിയുടെ ഒരു ചോദ്യമാണ്. ബൈ മിസ്റ്റേക്ക് ഇവിടെ കയറി വന്നതാണ് കേട്ടോ. നമുക്ക് ചെയ്തേക്കാം. ഒരു പരീക്ഷയിൽ ബീനയുടെ ശരാശരി മാർക്ക് 60 ആണ്. ഓക്കെ, ഇംഗ്ലീഷിന് 5 മാർക്കും സയൻസിന് 11 മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ശരാശരി 62 ആകുമായിരുന്നു. എങ്കിൽ എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? ഓക്കെ, വിഷയങ്ങളുടെ എണ്ണം കാണാനുള്ളൊരു ചോദ്യമാണ്. വിഷയങ്ങളുടെ എണ്ണം ഓക്കെ, വിഷയങ്ങളുടെ എണ്ണം കാണാൻ ഇത്തരം ചോദ്യങ്ങളിൽ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. കൂടിയ മാർക്ക് ഡിവൈഡ് ബൈ കൂടിയ ശരാശരി ചെയ്താൽ മതി. വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് ഡിവൈഡഡ് ബൈ കൂടിയ ശരാശരി. ഇവിടെ കൂടിയ മാർക്ക് 5ഉം 11ഉമാണ്. അപ്പോൾ കൂടിയ മാർക്ക് 16. കൂടിയ ശരാശരി 60 ആയിരുന്നത് 62 ആയെന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 8 ആണ് മക്കളെ ഉത്തരവായിട്ട് കിട്ടുന്നത്. വിഷയങ്ങളുടെ എണ്ണം 8 ആണ്. ശരാശരിയിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അതായത് ഒരു പരീക്ഷയിൽ ശരാശരി മാർക്ക് ഇത്രയാണ്, ഇന്ന വിഷയങ്ങൾക്ക് ഇത്ര മാർക്ക് കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ ശരാശരി ഇത്രയാകുമായിരുന്നു. വിഷയങ്ങളുടെ എണ്ണം എത്ര? ഒന്ന് ഓർത്തിരുന്നോണം നിങ്ങൾ കേട്ടോ. വിഷയങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിക്കും. എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ എഴുതിയത്? വിഷയങ്ങളുടെ എണ്ണം കാണാൻ കൂടിയ മാർക്ക് എത്രയാണെന്ന് നോക്കുക, ബൈ കൂടിയ ശരാശരി. ഒന്നുകൂടെ ഓർത്തേ, കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ഇവിടെ കൂടിയത് 6ഉം 5ഉം 11ഉമാണ്. 16 മാർക്ക് കൂടി. കൂടിയ ശരാശരി 60 ആയിരുന്നു, 62 ആവെന്ന് പറഞ്ഞാൽ 2. കൂടിയ മാർക്ക് ബൈ കൂടിയ ശരാശരി. ആൻസർ 8 എന്നാണ് കിട്ടുന്നത് കേട്ടോ, മറക്കരുത്. അടുത്തത്, എക്സിൻ്റെ y ശതമാനം 30 ആയാൽ വൈയുടെ x ശതമാനം 30 തന്നെയാണ് കേട്ടോ. എക്സിൻ്റെ y ശതമാനം തന്നെയായിരിക്കും വൈയുടെ x ശതമാനം. എല്ലാ കേസിലും ശരിയാകും കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം 30 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ y ശതമാനം 30 ആണ്, വൈയുടെ x ശതമാനം 30 ആയിരിക്കും അല്ലേ. അതായത് 20ൻ്റെ 30% തന്നെയാണ് 30ൻ്റെ 20%. കണ്ടോ, ഇതും 6 എന്നാണ് കിട്ടുന്നത്, ഇതും 6 എന്നാണ് കിട്ടുന്നത്. എപ്പോഴും ഓർക്കുക, എക്സിൻ്റെ y ശതമാനം തന്നെയായിരിക്കും വൈയുടെ x ശതമാനം. 20ൻ്റെ 30% തന്നെയാണ് 30ൻ്റെ 20%. എല്ലാ കേസിലും 50ൻ്റെ 40%, 40ൻ്റെ 50%, 70ൻ്റെ 10%, 10ൻ്റെ 70%. എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മക്കളെ. ശരി, പെർസെൻറ്റേജിന് ഇനിയിപ്പോൾ എന്തായാലും ഒരു വീഡിയോയും കൂടെ ഒക്കെ ഉണ്ട്. ഒരു വീഡിയോ കൊണ്ട് ഈ 2024 വരെ ചോദിച്ച എല്ലാ പെർസെൻറ്റേജിൻ്റെ ചോദ്യങ്ങളും തീരും മക്കളെ. ആക്ച്വലി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒത്തിരി പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ക്ലാസ് എന്നുള്ളത്. പരമാവധി കുട്ടികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി, അതായത് ഉപകാരം കിട്ടാൻ വേണ്ടി. നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ക്ലാസ്സിലെടുത്തൊന്നും എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് അതിൻ്റെ മാക്സിമത്തിൽ കിട്ടാൻ പരമാവധി ഒരു ചോദ്യം പോലും മിസ്സായി പോവാതിരിക്കാനാണ് ഒത്തിരി എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് എപ്പോഴും കൂടുതൽ നന്നായി ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായി കമൻ്റായി ഒക്കെ രേഖപ്പെടുത്തുക.
രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക്